കണ്ണിലേക്ക് സൂര്യകിരണങ്ങൾ തുളച്ചു കയറിയതും ആദി കണ്ണു വലിച്ചു തുറന്നു. ഉറക്ക് ശരിയാവാത്ത പോലെ അവൾ ചുമരിനോട് ചേർന്ന് വീണ്ടും കണ്ണടച്ചതും പുഞ്ചിരിക്കുന്ന തൻ്റെ അമ്മയുടെ മുഖം അവൾ കണ്ടു. മോളെ, ഇങ്ങനെ കിടക്കാതെ എണീറ്റേ, നീ ഇന്ന് ഒരു ഭാര്യയാണെന്ന് മറക്കണ്ട. അമ്മയുടെ സ്വരം ചെവിയിലെ കലയടിച്ചതും അവൾ ഞെട്ടലോടെ എഴുന്നേറ്റിരുന്നു. മരിച്ചിട്ട് പോലും തന്നെ ഉപദേശിക്കാൻ സ്വപ്നത്തിൽ പോലും വന്നിരിക്കുന്നു തൻ്റെ അമ്മ. ആദ്യമൊന്ന് പുഞ്ചിരിച്ച് ചുറ്റും നോക്കിയതും ദേ തൻ്റെ കുറച്ചപ്പുറത്ത് നിന്ന് കണ്ണേട്ടൻ പുഷപ്പെടുക്കുന്നു. കടവുളെ, എന്തൊരു മസില ഇങ്ങേർക്ക്. കണ്ട പെൺപിള്ളേരെ കാണിക്കാൻ വേണ്ടി ഉരുട്ടി ഉണ്ടാവുകയാണ് കള്ളക്കിഴവൻ. ആദ്യ കണ്ണനെ പുച്ഛിച്ച് അകത്തേക്ക് കയറിപ്പോയി. ഫ്രഷായി താഴേക്ക് ചെന്നപ്പോഴേക്കും സരിത ചേച്ചി അടുക്കള ഡ്യൂട്ടി തുടങ്ങിയിരുന്നു. ഈ വീട്ടിലെ ആരും എന്ത് കൊടുത്താലും കഴിക്കുമെങ്കിലും ആ ഉരുട്ടിക്കയറ്റുന്ന കണ്ണേട്ടനില്ലേ, അങ്ങേർക്ക് മാത്രം സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കണം. എന്നും രാവിലെ അങ്ങേർക്ക് അന്ന് കഴിക്കാൻ എന്തൊക്കെ വേണമെന്ന് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് വേണം അന്നത്തെ പാചക പണിയിലേക്ക് ഇറങ്ങാൻ. ഓരോ ദിവസവും അങ്ങേർ അന്ന് എന്ത് കഴിക്കാനാണോ ആഗ്രഹിക്കുന്നത് ആ ഫുഡിന് ലിസ്റ്റ് അങ്ങ് പറഞ്ഞു തരും. ആ, വെച്ച് വിളമ്പി കൊടുക്കാൻ നമ്മളുണ്ടല്ലോ. അല്ല, ഏത് ഇന്നേ വരെ അമ്മയും സരിത ചേച്ചിയും ഉണ്ടായിരുന്നല്ലോ എന്ന് പറയായിരുന്നേ. ചേച്ചിയെ ഞാൻ വായിക്കുകയോ? ഇല്ല, ഞാൻ ചായ ഇട്ട് വെച്ചിട്ടുണ്ട്, മോളതെടുത്ത് കുടിച്ചോ. എല്ലാവരും ചായ കുടിച്ചോ? ഓ, മോളും കണ്ണമോനും മാത്രമേ കുടിക്കാത്തുള്ളൂ. മോളൊരു കാര്യം ചെയ്യേ, മോള് ചായ കുടിച്ചിട്ട് ഞാനിതാ മോൻക്കുള്ള ഗ്രീൻ ടീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കൊണ്ട് കൊടുത്തിട്ട് ഇന്നത്തെ ഫുഡ് ലിസ്റ്റ് മേടിച്ചോണ്ട് വാ. ഞാനും നിങ്ങൾക്ക് ടീ കൊണ്ട് കൊടുക്കില്ല. നല്ല മോളല്ലേ, ഞാൻ ഈ വയസ്സാം കാലത്ത് ഈ തേഞ്ഞ കാലം വെച്ച് ഈ കണ്ട സ്റ്റെയറൊക്കെ കയറി പോകുന്നത്. മോളെ നോർത്ത് നോക്ക്. ഒന്നുമില്ലേലും നിന്റെ കഴുത്തിൽ താലി ചാർത്തിയവനല്ലേടി അവൻ. ഒന്ന് ചെല്ല്. താലി കെട്ടിയവൻ. എന്നെക്കൊണ്ട് പറയിപ്പിക്കല്ലേ ചേച്ചിയെ. ഞാൻ ആ ചായ കൊണ്ട് കൊടുക്കുകയല്ലേ വേണ്ടത്. ഞാനത് ചെയ്തോളാം. ആദ്യം ഒരു കപ്പെടുത്ത് അതിലേക്ക് ഗ്രീൻ ടീ എടുത്തു. അത് കാണെ സരിത അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. എൻ്റെ കുട്ടിക്ക് സന്തോഷം നൽകണേ കൃഷ്ണ. കണ്ണൻ തൻ്റെ കുഞ്ഞിനെ നല്ലപോലെ നോക്കണേ. സരിത മൗനമായി ആദിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സരിത ആദിയെ സ്വന്തം കുഞ്ഞിനെ പോലെ സ്നേഹിച്ചിരുന്നു. കാരണം ഒരു വായാടിയായിരുന്നു ആദി. ആരായാലും അവളുടെ സംസാരത്തിൽ മയങ്ങിപ്പോകുമായിരുന്നു. വാ അടച്ചു വെക്കാതെ എപ്പോഴും കലവില കൂട്ടുന്ന ആദിയെ രാധയുടെ മരണത്തോടെ നഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോഴേ വീണ്ടും അവൾ പഴയ ആദിയിലേക്ക് പതിയെ ചുവട് വെക്കുന്നു. സരിതയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ആദി കണ്ണൻ്റെ ഗ്രീൻ ടീയും എടുത്ത് മുകളിലേക്ക് കയറി. ഓ, ഒരു ഗ്രീൻ ടീ കുടിക്കുന്നവൻ വന്നേക്കുന്നു. അവനെന്താ കട്ടൻ ചായ കുടിച്ച? ഓ, കട്ടൻ ചായ കുടിച്ചാൽ കറുത്തു പോകുമെന്ന് വയന്നിട്ടുണ്ടാവും. സില്ലി ബോയ്, ഈ ഞാനൊക്കെ ഒരു ദിവസം 4-5 കട്ടൻ ചായ കുടിച്ചിട്ടും സുന്ദരിയായിരിക്കുന്നതെല്ലാം കാണുന്നില്ല എന്തോ. ഈ കുന്തടനി കട്ടനേക്കാൾ ടേസ്റ്റ് ഉള്ളതാണോ? ആദ്യം കയ്യിലുള്ള ഗ്രീൻ ടീയിലേക്കൊന്ന് നോക്കി. ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? അല്ലേ വേണ്ട, ഇനി അങ്ങേരെ ടീ ഞാൻ കുടിച്ചെന്നും പറഞ്ഞ് അങ്ങേരെ എൻ്റെ ഭിത്തിയിലൊട്ടിക്കും. അല്ലെങ്കിൽ തന്നെ ഒരു അസുരൻ അങ്ങേര്. ആദ്യം ഒന്ന് നിശ്വസിച്ച് കണ്ണൻ്റെ റൂമിലേക്ക് നടന്നു. റൂമിലേക്ക് കയറി നോക്കിയതും പുള്ളിയെ കാണാനില്ല. ആദ്യം ബാൽക്കണിയിലും ചെന്ന് നോക്കിയെങ്കിലും കക്ഷി അവിടെ എങ്ങും ഇല്ലായിരുന്നു. അങ്ങേര് പോയി കാണുമെന്ന് കരുതി ആദ്യം ബെഡിലേക്കിരുന്ന് ഗ്രീൻ ടീയിലേക്കൊന്ന് നോക്കി. അങ്ങേരെ നിന്നെ അനാഥനാക്കി പോയടാ കുട്ട. സാരല്ല, നിന്നെ ഞാൻ തനിച്ചാക്കില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ നിന്നെ ടേസ്റ്റ് ചെയ്യാൻ പോണത്. നിനക്കിൻ്റെ നാവിനെ അറിയാൻ ഭാഗ്യമുണ്ട്. ആദ്യം ഓരോന്ന് പറഞ്ഞുകൊണ്ട് അതൊരു സിപ്പ് കുടിച്ചതും അതേപോലെ തിരികെ തുപ്പി. ബ്ലാ ബ്ലാ ബ്ലാ, ഇതൊരു ടീ ആണോ? ഈ ടേസ്റ്റ് ഇല്ലാത്ത കുന്ത്രണ്ടമാണോ ഇങ്ങനെ കുടിക്കൽ? അതിനൊക്കെ കട്ടൻ. ഓഹ്, എന്താ ടേസ്റ്റ്! ഈ ടേസ്റ്റ് ഇല്ലാത്ത കുന്തമൊക്കെ കുടിച്ചിട്ടാ അങ്ങേർക്ക് ഇങ്ങനത്തെ മുരട്ടൻ സ്വഭാവം. ആദ്യം കണ്ണനെ മനസ്സിൽ നന്നായി പ്രാഗിക്കൊണ്ട് ടീ കളയാനായി ബെഡിൽ നിന്ന് എഴുന്നേറ്റപ്പോഴാണ് വെറും ഒരു ടർക്കി മാത്രം എടുത്തുകൊണ്ട് ബോഡി ഷോയും കാണിച്ച് ബാത്റൂമിൽ നിന്ന് കണ്ണൻ ഇറങ്ങി വന്നത്. ഉരുട്ടി വെച്ച അങ്ങേരെ ബോഡി കണ്ടിട്ട് ആദ്യം അവനെ തന്നെ വായി നോക്കി നിന്നപ്പോഴാണ് ആദ്യം മൈൻഡ് ചെയ്യാതെ അവളുടെ കയ്യിൽ നിന്ന് ഗ്രീൻ ടീയും വാങ്ങി ഒരു സിപ്പ് കുടിച്ചുകൊണ്ട് കണ്ണൻ കണ്ണാടിക്ക് മുന്നിലേക്ക് നടന്നത്. സബാഷ്, നമ്മുടെ കൊച്ചു തുപ്പിയ ഗ്രീൻ ടീ ആണ് കണ്ണൻ കുടിക്കുന്നത്. സാരമില്ല, നമ്മുടെ കൊച്ചിനെ വേദനിപ്പിച്ച മഹാനല്ലേ. ആദ്യ തുപ്പിയ ടീ കുടിച്ചെന്ന് വെച്ച് അങ്ങേര് ചാവാനൊന്നും പോകുന്നില്ല. ആദ്യം കണ്ണനിൽ നിന്ന് നോട്ടം മാറ്റി ഒന്ന് നിശ്വസിച്ചു. ഇന്ന് എന്തൊക്കെ ഫുഡ് വേണമെന്ന് ലിസ്റ്റ് തരാൻ പറഞ്ഞു. ആര്? കണ്ണൻ കണ്ണാടിയിലൂടെ ആദ്യം നോക്കി. സരിത ചേച്ചി. ആ ടേബിളിലുള്ള ഡയറിയിലുണ്ട്. കൃത്യം 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായിരിക്കണം. കണ്ണൻ പറഞ്ഞതിനൊന്ന് മൂളി കൊടുത്തിട്ട് ആദ്യം അവൻ്റെ ഡയറി തുറന്നു നോക്കി. ഇതെന്തോന്നാ? ഫുഡ് മെനുവോ? മെനുവിൽ ഫുഡിൻ്റെ വിലയാണ് ഉണ്ടാവാറെങ്കിൽ ഇതിൽ ടൈമാണ്. എപ്പോഴൊക്കെയാണ് ഫുഡ് ഈ മഹാൻ്റെ മുന്നിലേക്ക് എത്തിക്കേണ്ടതെന്ന് ടൈം വരെ എഴുതി വെച്ച് ഇങ്ങേര്. ഇയാളിത് മനുഷ്യജീവി തന്നെയല്ലേ? അവൾ അതിൽ ലാസ്റ്റ് എഴുതി വെച്ച ഫുഡ് ടൈം ടേബിൾ നോക്കി ഡയറി അടിച്ചു വെച്ച് കണ്ണനെ ഒന്ന് നോക്കിയിട്ട് റൂമിന് വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് യദു അവ വന്നത്. യാരിത്? എൻ്റെ ചേട്ടത്തി അമ്മയോ? അല്ല, അമ്മായിയമ്മ. ചിലക്കാണ്ട് പോടാവപ്പേ. ആദ്യം അവനെ നോക്കി പുച്ഛിച്ചത് കാണെ യദു ഒന്ന് പുഞ്ചിരിച്ചു. എൻ്റെ അമ്മായിയമ്മ പഴയ പോലെ വീണ്ടും വായാടിയായി തുടങ്ങിയല്ലോ. അല്ലെങ്കിലും ഈ വായാടിയായ ഞങ്ങളുടെ ചെവിക്ക് റെസ്റ്റ് തരാത്ത ചേട്ടത്തിയമ്മയാണ് എനിക്കിഷ്ടം. ആണോ? വലിയ കാര്യേ. ഞാൻ ചുമ്മാ എന്നെ ചൊറിയാതെ പോയേ യദു. എനിക്ക് 100 കൂട്ടം പണിയുണ്ട്.
കൃഷ്ണപുരം തറവാട്ടിലെ മരുമകൾക്ക് അതിന് മാത്രം എന്ത് പണിയാണോ എന്തോ ഉള്ളത്? ഞാൻ കൃഷ്ണപുരം തറവാട്ടിലെ മരുമകളല്ല, ഈ തറവാട്ടിലെ വേലക്കാരിയുടെ മകളായിരുന്നു ഇത്രയും കാലം. ഇനി അങ്ങോട്ട് ഇവിടുത്തെ വേലക്കാരിയും. നീ നിന്ന് കൊഞ്ചാതെ പോ. നിന്റെ ഏട്ടന് കൃത്യം 9 മണിക്ക് ആ തൊണ്ടക്കുയി പോയി ഭക്ഷണം ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞേക്കും. അതുകൊണ്ട് ഞാൻ പോയി അതൊക്കെ ഒന്ന് സെറ്റാകട്ടെ. ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അത്രയും പറഞ്ഞവൾ പോവാൻ നിന്നതും യദു ആദിയുടെ കയ്യിൽ പിടുത്തമിട്ടിരുന്നു. ആദി, നീ എൻ്റെ മുമ്പിൽ സങ്കടത്തെ പുഞ്ചിരിയാക്കി മാറ്റണമെന്നില്ല. എൻ്റെ മുമ്പിൽ നിനക്ക് മതി വരുവോളം കരയാം. പക്ഷേ ആ കരച്ചിൽ നിന്റെ സങ്കടം മാറണമെന്ന് മാത്രം. ഈ വീട്ടിലെ പലരും നിന്നെ വേദനിപ്പിക്കാൻ ശ്രമിക്കും. എന്തിന്, കണ്ണേട്ടൻ വരെ നിന്നെ വേദനിപ്പിക്കും എന്നെനിക്കുറപ്പാണ്. അതുകൊണ്ട് അവരുടെ മുമ്പിലൊക്കെ പഴയ ആദിയായി ഒന്ന് പറഞ്ഞാൽ അവരോട് തിരിച്ച് 2 പറയുന്നവളാണ് നീ. നിക്ക് ശരിക്ക് നിന്റെ പഴയ ആദിയെ മിസ് ചെയ്യുന്നുണ്ടടി. ഇത് പറഞ്ഞത് കേൾക്കെ ആദി അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. പറ്റുന്നില്ലടാ പഴയ ആദിയായി മാറാൻ. എപ്പോഴും സങ്കടം മാത്രമാണ് എന്നിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇന്ന് ഞാൻ കരയില്ലെന്ന് ഉറപ്പിച്ചിട്ടാ ഇത്രയും നേരം പുഞ്ചിരിച്ചോണ്ട് നിന്നത്. നീ എന്തിനാ ഓരോന്ന് പറഞ്ഞ് എന്നെ കരയിപ്പിക്കുന്നേ? നിന്റെ മുഖത്ത് സങ്കടം നിറഞ്ഞു നിന്നുകൊണ്ട് നീ പുഞ്ചിരിക്കുന്നത് കാണാൻ ഒരു ഭംഗിയില്ലടി. കരഞ്ഞ് സങ്കടമൊക്കെ ഒന്ന് മാറിയിട്ട് നീ പുഞ്ചിരിച്ച നിന്നെ കാണാൻ ഒത്തിരി ഭംഗിയായിരിക്കും. ഇത് ചിരിച്ചോണ്ട് പറഞ്ഞത് കേൾക്കി ആദി തലയുയർത്തി അവനെ നോക്കി. അവളുടെ ചുണ്ടുകൾ പുഞ്ചിരി തൂകി. ഇരുവരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ് റൂമിന് വെളിയിലേക്ക് ഇറങ്ങിയ കണ്ണൻ കണ്ടത്. അവനിൽ ദേഷ്യവും പുച്ഛവും നിറഞ്ഞു. ഒന്നും മിണ്ടാതെ അവൻ റൂമിലേക്ക് തന്നെ കയറി ഡോറ് വലിച്ചടിച്ചു. ആ ശബ്ദം കേൾക്കി ആദിയൊന്ന് ഞെട്ടി. അത് നീ മൈൻഡാക്കേണ്ട, എൻ്റെ ഏട്ടനെ ദേഷ്യം വന്നിട്ട. ഇത് ആദിയുടെ കവിളിലൊന്ന് നുള്ളിക്കൊണ്ട് പറഞ്ഞത് കേൾക്കി ആദിയൊന്ന് മോളിയിട്ട് ഒന്നുകൂടി പുഞ്ചിരിച്ചു. നോക്കിയേ, ഇപ്പം എന്നെ കാണാൻ എങ്ങനെയുണ്ട്? പുഞ്ചിരിച്ചോണ്ട് ചോദിച്ചവളെ കാണാൻ ഏത് ചിരിച്ചോണ്ട് ആദിയുടെ നിറഞ്ഞൊലിച്ച കണ്ണുനീര് തുടച്ചു കളഞ്ഞ് അവളെ നോക്കി. ഇപ്പം സുന്ദരി കുട്ടിയായിക്കിൻ്റെ ചേട്ടത്തിയമ്മ. ശരിക്കും ആടി, പണ്ട് എൻ്റെ ആദി സുന്ദരിയല്ലേ? അതെ അതെ. ആദി യദുവിനെ നോക്കി സൈറ്റ് അടിച്ചുകൊണ്ട് താഴേക്ക് നടന്നു. അവളുടെ ഹൃദ് ഉള്ളിൽ ഉരുകുന്നുണ്ട് എങ്കിലും യദുവിന് മുമ്പിൽ കളിച്ചു ചിരിച്ചു നിന്നതാണവൾ. യദു അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഒരേ കോളേജിലാണ് ഇവർ ഇരുവരും പഠിക്കുന്നത്. അതായത് നമ്മുടെ ആദിക്കൊച്ച് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്. യദു ആണെങ്കിൽ അവളുടെ സീനിയറും. ബെസ്റ്റ് ഫ്രണ്ട് എന്നതിലുപരി യദു അവളുടെ ചേട്ടനായിരുന്നു. യദുവിനും ആദിയെ നല്ല ഇഷ്ടമായിരുന്നു. എപ്പോഴും കലവില കൂട്ടുന്ന ആദിയോട് അവൻ പെട്ടെന്ന് കൂട്ടായിരുന്നു. ഇന്നവർ ഇരുവരും ഒരമ്മ പെറ്റ മക്കളല്ലെങ്കിൽ കൂടിയും ഏട്ടനും അനിയത്തിയുമായി ജീവിക്കുന്നവരാണ്. മുത്തശ്ശൻ ആദിയുടെ അമ്മ പറഞ്ഞ പോലെ കണ്ണൻ്റെയും ആദിയുടെയും കല്യാണം നടത്താമെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഒരുപക്ഷെ യദു ആയിരിക്കും. കാരണം ഇനി അവന് അവൻ്റെ അനിയത്തിയെ ആർക്കും വിട്ടുകൊടുക്കാതെ എന്ന് കൂടെ നിർത്താമല്ലോ. അവൻ അത്രമേൽ ആദിയെ ഇഷ്ടമായിരുന്നു.